തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിക്ക് ഇന്ന് നിർണായകം. അയോഗ്യത തടയാൻ അവധി അപേക്ഷ നൽകി കൗൺസിലർ ആർ സുഗതൻ. രേഖകൾ മുൻനിർത്തി മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മേയർ VB രാജേഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സുഗതന്റെ പ്രത്യേക അവധി അപേക്ഷ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് മേയർ മറുപടി നൽകിയില്ല. അത് മുനിസിപ്പൽ ആക്ടിൽ ഒരു വ്യക്തി ഹാജരാവാതിരുന്നാൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഏത് തരത്തിലാണ് കൗൺസിലറെ സമീപിക്കുന്നത്, കൗൺസിൽ എന്ത് ആക്ഷൻ എടുക്കണം, അത് എത്ര കാലം വരെ അംഗീകരിക്കുക, അങ്ങനെയൊക്കെ മുനിസിപ്പൽ ആക്ടിൽ ഓരോ കാര്യത്തിനും ഒരു വ്യക്തി അയോഗ്യനായി കഴിഞ്ഞാൽ തിരിച്ച് യോഗ്യത നേടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ നിരവധി ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെ ഉത്തരവും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ആക്ടിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാധ്യമങ്ങൾക്കൊന്നും ആശങ്കയുണ്ടാവേണ്ട കാര്യമില്ല. നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് LDFും UDFും. ലീവൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെയൊന്നും നിലനിൽക്കുന്നതല്ല. അങ്ങനെയൊന്നും ലീവ് കൊടുക്കാൻ ഒരാൾ ഒരു കൗൺസിലറായിട്ട് വന്നതിന് ശേഷം ഞാൻ 6 മാസത്തേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ? അതുപോലെ ഈ പറയുന്ന കണക്ക് ഇത് അതിനെക്കാട്ടിലും വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ പറയുന്ന കണക്ക് തന്നെ ഒരു ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ അവധി എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നുള്ള വലിയൊരു ലീഗൽ ഇന്റർപ്രിട്ടേഷൻ തന്നെയുണ്ട്. അപ്പോൾ അവധി എന്ന് പറയുന്നത് ഒരാൾ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ കൊടുക്കുന്ന അവധിയല്ല ഇത്. അങ്ങനെയൊന്നും കൊടുക്കാനെന്നുള്ള നിയമം ഒരിടത്തും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടും ഇല്ല. 3 കൗൺസിൽ പങ്കെടുക്കാത്ത കൗൺസിലറെ പുറത്താക്കാനുള്ള തീരുമാനം, അതിനുള്ള റിക്വസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമൽ തേനപ്പറമ്പിലുണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം അമൽ, ഗുഡ് മോർണിംഗ്. നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. ഈ അവധി കൊടുക്കുമോ എന്ന കാര്യത്തിൽ മേയർ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തില്ലല്ലോ. എന്താണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ഇന്നത്തെ നടപടി എങ്ങനെയാകും എന്നുള്ളത് വളരെ ആകാംക്ഷയോടാണ് തിരുവനന്തപുരംകാരെല്ലാം കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം മാത്രമല്ല, ഇന്നിപ്പോൾ കൗൺസിൽ ചേരുമ്പോൾ സുഗതൻ എന്തായാലും കൗൺസിലിൽ പങ്കെടുക്കാൻ എത്തില്ല. കൗൺസിലിൽ പങ്കെടുക്കാതെ ഇരിക്കുമ്പോൾ സുഗതൻ്റെ അയോഗ്യതയ്ക്ക് ഒരു പടി കൂടി കടക്കുകയാണ്, അയോഗ്യതയിലേക്കുള്ള ഒരു പടി കൂടി ആവുകയാണ്. പക്ഷേ സുഗതനാണ് എങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു അവധി ആപ്ലിക്കേഷൻ നൽകിയിരുന്നു. തനിക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, കുറച്ച് ദിവസം അവധി വേണം എന്നുള്ളതാണ് സുഗതൻ്റെ അപേക്ഷയിൽ പറയുന്നത്. പക്ഷേ അവധിക്കുള്ള കാരണം എന്ന് പറയുന്നത് കാപ്പ കേസിൽ പ്രതിയായതുകൊണ്ടാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടോ മറ്റ് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി മാറി നിൽക്കേണ്ടി വരുന്നത് കൊണ്ടോ ഒന്നുമല്ല. കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് തനിക്ക് കുറച്ച് ദിവസം അവധി വേണമെന്ന് കാട്ടി മേയർക്ക് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിന്ന് മേയർ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലതൊക്കെ പോലെ തന്നെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തു നിന്നും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ബഹളം ഇന്നും ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ്. 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർമാരെ അയോഗ്യരാക്കണം എന്നുള്ളതാണ് ചട്ടത്തിൽ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ സുഗതൻ ഒരുപക്ഷെ അയോഗ്യനാകേണ്ടി വന്നേക്കാം. സുഗതൻ്റെ സത്യപ്രതിജ്ഞ പോലും നടന്നത് ആദ്യം ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തു, പക്ഷേ അത് ആ സത്യപ്രതിജ്ഞ പോലും ചട്ടലംഘനമാണ് എന്ന് കാട്ടി പിന്നീട് അത് റദ്ദാക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അത് ചെയ്തത് ജയിലിൽ വെച്ചാണ്. ജയിലിൽ വെച്ച് സത്യവാചകം ചൊല്ലി ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. അങ്ങനെ കാപ്പ കേസിൽ പ്രതിയായ ഒരു കൗൺസിലർ അവധി ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധത്തെ ഭരണപക്ഷം എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മാത്രമല്ല, സുഗതൻ്റെ കൂടി അസാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഭരണം വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ എത്തിയത്. ഈ 51 സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ്, ആകെയുള്ളത് 100 സീറ്റ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി BJPക്കുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ സുഗതൻ്റെ ഒരു സാന്നിധ്യം കൗൺസിലിൽ അനിവാര്യമാണ്. പക്ഷേ സുഗതനെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, കാരണം കോടതി തീരുമാനിക്കണം സുഗതൻ എന്നിനി ഇറങ്ങണം എന്നുള്ള കാര്യം. അപ്പോൾ അതുവരെയും എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും കൗൺസിൽ യോഗത്തിന് കാത്തിരിക്കുകയാണ്. കൗൺസിൽ യോഗത്തിൽ അവധി ആപ്ലിക്കേഷൻ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ മേയർ അത് അവതരിപ്പിച്ചാൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.